ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള അതും തട്ടുകട സ്റ്റൈലിലുള്ള ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ, എങ്ങനെയാണ് തട്ടുകട സ്റ്റൈൽ ഉള്ളിവട തയ്യാറാക്കാമെന്ന്. ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് സവാള 3 സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് നീളത്തിലരിഞ്ഞത്, പച്ചമുളക് ഒരു 3 എണ്ണം, ഇഞ്ചി ചെറിയ കഷ്ണം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. അതൊരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായാണ്. അതൊരു 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു പഞ്ചസാരയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി. എണ്ണ ചൂടായിട്ടുണ്ട്. കയ്യൊന്ന് നനച്ച് ഇങ്ങനെ കുറേശ്ശെ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വൈകുന്നേരം നല്ല ചൂട് കട്ടൻ ചായയും അതേപോലെ ഇതുപോലത്തെ നല്ലൊരു മൊരിഞ്ഞ ഉള്ളിവടയും കൂട്ടിയൊരു പിടി പിടിക്കണം അല്ലേ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തട്ടുകട സ്റ്റൈൽ ഉള്ളിവട റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.